സുഹൃത്തെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓവറാൾ എനർജി സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ 6 കാർഡ് സ്പ്രെഡ് എടുത്ത് വച്ചിരിക്കുന്നത് എൻ്റെ പരിമിതമായ കഴിവുകൾക്കുള്ള അതായത് അത്ര വലിയ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കൂടുതൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഉള്ള ഫെസിലിറ്റീസ് ഞാൻ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ കാർഡ് സ്പ്രെഡ് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാർഡ് അദ്ദേഹം എന്ത് റോളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ സിറ്റുവേഷൻ വരാനുള്ള കാര്യം, പിന്നെ ഈ സിറ്റുവേഷനിൽ എങ്ങനെ അദ്ദേഹത്തെ ബാധിച്ചു, ഈ സിറ്റുവേഷനിലെ മുഖ്യ ഘടകം എന്താണ്, അദ്ദേഹത്തിൻ്റെ എവിടേക്കാണ് അദ്ദേഹം ഈ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഔട്ട്കം ഇതെവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് കാർഡ് നോക്കുന്നപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെന്നറിയാം, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നും അറിയാം. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്നിടത്ത് ഒന്ന് ബാക്ക് ബോൺ ഒന്ന് പുറകോട്ടൊന്ന് ഒരു പതുക്കെ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. വെറുതെ നിങ്ങൾ ബ്രീത്ത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം ഒരു 3 പ്രാവശ്യം നല്ല ശക്തിയായിട്ട് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. എടുക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇടുമ്പോൾ വായിൽ കൂടി വിടുക. എടുക്കുമ്പോൾ മൂക്കിൽ കൂടി എടുക്കുക. അത് എവിടെ നിന്ന് എടുക്കേണ്ടത്? വയറിൽ നിന്ന് എടുക്കണം. നിങ്ങൾ ബ്രീത്ത് എടുക്കുമ്പോൾ നിങ്ങളുടെ വയറിൽ നിന്ന് വേണം ബ്രീത്ത് എടുക്കാനായിട്ട്. അതിന് എടുത്തിട്ട് നേരെ മൂക്കിൽ കൂടി വിടുക. എടുക്കുമ്പോൾ മൂക്കിൽ കൂടി എടുക്കുക, വയറ്റിൽ നിന്ന് എടുക്കുക, വയറ്റിൽ എടുക്കുന്നതായിട്ട് എടുക്കുക. വിടുമ്പോഴത്തേക്ക് ചെറിയ സൗണ്ടോടുകൂടി വായിൽ കൂടി വിടുക. അങ്ങനെ 3 പ്രാവശ്യം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അനങ്ങാതെ ഇരിക്കാം. ഈ ബ്രീത്ത് വരുന്നതും പോകുന്നതും നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഇരിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓം എന്ന സൗണ്ട് ഒരു 3 പ്രാവശ്യം ചെയ്തിട്ട് അനങ്ങാതിരിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പുറത്തത്തെ സൗണ്ടുകൾ ശ്രദ്ധിച്ചുകൊണ്ട് വെറുതെ അനങ്ങാതിരിക്കാം. മെഡിറ്റേഷൻ എങ്ങനെയും ചെയ്യാം, പല വിധത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്താൽ മതി. വയറ്റിൽ നിന്നും ശ്വാസം എടുത്തിട്ട് മൂക്കിൽ കൂടി വിടുക. അപ്പോൾ വിടുമ്പോഴത്തേക്കും ആദ്യം വായിൽ കൂടി ഒരു 3 പ്രാവശ്യം ശക്തിയോടെ വിടുക. പിന്നെ അനങ്ങാതെ ഇരിക്കുക, സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. ഇരിക്കുമ്പോൾ ബോഡി റിലാക്സ് ആയിരിക്കണം, ഷോൾഡർ റിലാക്സ് ആയിരിക്കണം, നെക്ക് റിലാക്സ് ആയിരിക്കണം. ഒരു ബോഡി സ്ട്രെച്ച് കൊടുക്കണ്ട, വളരെ റിലാക്സ് ആയിട്ട് നിന്നാൽ മതി. ഓക്കെ, അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം. ഒരു 5 മിനിറ്റ്, പിന്നെ അത് 7 മിനിറ്റ് ആക്കുക, പിന്നെ 8 മിനിറ്റ് ആക്കുക, 9 മിനിറ്റ് ആക്കുക, 10 ആക്കുക, 15 മിനിറ്റ് ആക്കുക. അങ്ങനെ 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 കൂട്ടി വരിക. ഉറങ്ങാൻ പോകുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കാമാൻ കയറ്റി കിട്ടുമല്ലോ, പിന്നെ അവരുടെ സൗകര്യം. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഈ വ്യക്തി ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നോക്കട്ടെ. ഈ വ്യക്തി ഒരു പക്ഷേ ടീം വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അദ്ദേഹം ഒന്നെങ്കിൽ വർക്ക് പഠിക്കുകയായിരിക്കാം, അതല്ലെങ്കിൽ ഏതോ ടീം വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ എനർജി വർക്ക് ചെയ്യലാണ്, പൈസയ്ക്ക് വേണ്ടിയുള്ള പെൻഡക്കിൾസ് വർക്കാണ്. ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ജോലിയാണ്, പക്ഷേ കൂട്ടും കൂടി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തായിരിക്കാം, എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടി. എന്ത് റോളാണ് ഈ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പാഷനാണ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് ചെയ്യുന്നത്. ഏസ് ഓഫ് വാൻസ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ടൊരു ജോലി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന ജോലി ടീം വർക്കാണെങ്കിൽ തന്നെ എന്താണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വർക്കാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സിറ്റുവേഷൻ വരാനുള്ള കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഏസ് ഓഫ് പെൻഡക്കിൾസ്, അതും പണത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിന് പണം ആവശ്യമുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെറിയൊരു അദ്ദേഹത്തിന് മനോഹരമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ടാലറിയാം, നല്ലൊരു ലൈഫ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി പൈസ വേണ്ടേ, അതുകൊണ്ട് അദ്ദേഹം സാമ്പത്തികമായിട്ട് ഗ്രൗണ്ട് ആകാൻ വേണ്ടി പൈസ ഉണ്ടാക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ സാഹചര്യം, അതാണ് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ.
പിന്നെ ഈ സിറ്റുവേഷൻ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ജഡ്ജ്മെൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജോലി സിറ്റുവേഷൻ സാമ്പത്തികമായിട്ടാണ്. അതിന് അദ്ദേഹം വിജയഗാഹളമുണ്ട്, അദ്ദേഹം അതിൽ നിന്ന് വിജയം കണ്ടെത്തും. തീർച്ചയായിട്ടും അതൊരു മേജർ ആർക്കന കാർഡാണ്. കുറച്ച് സമയം പിടിക്കുമെങ്കിലും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജഡ്ജ്മെൻ്റാണ്. യൂണിവേഴ്സ് കൂടെ സപ്പോർട്ടുണ്ട്. അതൊരു വിജയഗാഹളമാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ എഫർട്ടിൽ അദ്ദേഹം വിജയിക്കുമെന്നാണ് കാണുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സിറ്റുവേഷനിലേക്കുള്ള വരാനുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചു. ഈ സിറ്റുവേഷനിലേക്കുള്ള ഘടകം എംപ്രസ് ആണ്. അതായത് അദ്ദേഹത്തിന് നല്ലൊരു ലൈഫ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു രാജ്ഞിയാക്കാൻ വേണ്ടിയായിരിക്കാം. അതവിടെ കാണുന്നത് നല്ലൊരു നഴ്സിംഗായൊരു സ്ത്രീ അവിടെ ഇരിക്കുന്നത്, അവർ രാജ്ഞിയാണ്. അപ്പോൾ ഇതുപോലൊരു പൊസിഷനിൽ നിങ്ങളെ നോക്കാനും നിങ്ങളൊത്ത് ജീവിച്ചു പോകാനുമായിരിക്കാം അദ്ദേഹം ഈ ഫിനാൻസിൻ്റെ പുറകെ പോകുന്നത്. അതിനു വേണ്ടിയുള്ള കാര്യമാണ്. ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തം പെൻറ്റക്കിൾസാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വർക്ക് അതിൻ്റെ ഏറ്റവും നല്ല മഹത്തായ സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. നന്നായിട്ട് പണമുണ്ടാക്കും. കിങ് ഓഫ് പെൻറ്റക്കിൾസ് പണം ഉണ്ടാക്കുന്നതിൻ്റെ അങ്ങേയറ്റത്ത് ഏറ്റവും മുകളിലത്തെ തട്ടിലെത്തുന്നതാണ്. ശരിക്കും പൈസ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സ്ഥലത്ത് പോയിന്റിൽ അദ്ദേഹം എത്തിച്ചേരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് തീർച്ചയായിട്ടും നല്ലൊരു ഇതാണ്. കാരണം എല്ലാം പെൻറ്റക്കിൾസാണ്. സ്റ്റാർട്ടിങ് മൂലം പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത്. അദ്ദേഹം പണി പഠിക്കുന്നത് കാണുന്നു. ആദ്യം അദ്ദേഹം പണി പഠിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന് ആ ജോലി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ജോലിയാണ്, അദ്ദേഹത്തിൻ്റെ പാഷനാണ്. അദ്ദേഹത്തിന് പൈസ ആവശ്യമുണ്ട്, നല്ലൊരു ലൈഫിന് വേണ്ടിയാണ്. പിന്നെ അതെന്തിനാണ് അദ്ദേഹം ആ ജോലി ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് നിങ്ങളെ നഴ്സിംഗ് ചെയ്യാൻ നല്ലൊരു പോയിന്റിൽ നിങ്ങളെ രാജ്ഞിക്ക് നോക്കാനും വേണ്ടി നല്ലൊരു ലൈഫ്, നിങ്ങൾക്കും നല്ലൊരു സംരക്ഷണം നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ജഡ്ജ്മെൻ്റാണ്. അദ്ദേഹം നല്ലൊരു വിജയം കണ്ടെത്തും. അതിൻ്റെ പരിസമാപ്തി അങ്ങോട്ട് പോകുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അദ്ദേഹത്തിന് നന്നായിട്ട് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിലയിൽ എത്താൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ. നിങ്ങളെ യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ എല്ലാ കാർഡും കണക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ വിഷയം ഫിനാൻസാണ്. അപ്പോൾ എല്ലാവർക്കും ഫിനാൻസ് അത്യാവശ്യമാണ്. എന്നാലും ഫിനാൻസ് ഉള്ളവർക്കും ലൈഫിൽ പ്രശ്നമുള്ളവരുണ്ട്. പക്ഷേ ഇവിടുത്തെ മെയിൻ വിഷയം ഫിനാൻസാണ്. ആ ഫിനാൻസ് ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജോലി കൊണ്ടാണ്. ആ ഫിനാൻസ് ഉണ്ടാക്കുന്ന ഒരു ലൈഫ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ്. ആ ഫിനാൻസ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ നല്ല നിലയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഫിനാൻസിന് അദ്ദേഹത്തിന് ജഡ്ജ്മെൻറ്റാണ് കിട്ടുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹത്തിന് വിജയം കിട്ടും. അതിൻ്റെ റിസൾട്ടായിട്ട് അദ്ദേഹം അതൊരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആകും. ഇതാണ് കാണുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ച് മൈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ വീഡിയോ ഇടാൻ സാധിച്ചില്ല, നല്ല മഴയായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ അല്പം സ്പ്രെഡായ വീഡിയോ ഇടാമെന്ന് കരുതി. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്തെങ്കിലും അറിയാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പോ ഫിനാൻസോ കരിയറോ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ മെൻറ്ററിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ദീപാവലിക്ക് ഞങ്ങൾ ഓഫർ കൊടുക്കുന്നുണ്ട്. അതായത് 101 രൂപയ്ക്ക് അദ്ദേഹം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട്. കുറേ പേര് കോൺടാക്റ്റ് ചെയ്തു. കുറേ പേർ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറേ പേർ കോൺടാക്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.